പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ കാവിക്കൊടിയേന്തിയ ഭാരതമാതാവിൻ്റെ പ്രതീകാത്മക ചിത്രം ഉപയോഗിച്ചതിൽ CPI വേറിട്ട പ്രതിഷേധം നടത്തി. ഗവർണറുടെ നടപടിക്കെതിരെ ദേശീയ പതാകവുമായി വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് CPI പ്രതിഷേധിച്ചത്. ഗവർണറുടെ നടപടി അപലപനീയമാണ് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. CPI തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബിനോയ് വിശ്വം വൃക്ഷത്തൈ നട്ടു. സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും രാജ്ഭവനെ അതിന് വേദിയാക്കാൻ അനുവദിക്കില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കാവിക്കൊടിയേന്തിയ ഭാരതമാതാ ചിത്രം RSS രൂപകൽപ്പന ചെയ്തതാണ്. ഭരണഘടനാ പദവി വഹിക്കുന്ന ഗവർണർ അത് ഔദ്യോഗിക ചടങ്ങുകളിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് CPI മന്ത്രിയായ P. പ്രസാദ് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതെന്നും ബിനോയ് വിശ്വം വിശദീകരിച്ചു. RSSന്റെ മാർച്ചിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ. RSS ഒരു വലിയ ദേശീയ പ്രശ്നത്തെ ഇത്രമാത്രം വൈരാഗ്യബുദ്ധിയോടെ നിസ്സാരമായി കാണുന്ന RSSന്റെ ആശയ രാഷ്ട്രീയ പാപ്പരത്വമാണ് ആ മാർച്ചിൽ കാണുന്നത്. അതുകൊണ്ടൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ LDF മന്ത്രിയെ ഒറ്റപ്പെടുത്താമെന്ന് ആർക്കും വ്യാമോഹം വേണ്ട. ഭാരതാംബ ചിത്രവിവാദത്തിൽ കൃഷിമന്ത്രി P. പ്രസാദിന്റെ ആലപ്പുഴ ചാരുമൂട്ടിലെ വസതിയിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഭാരതാംബയുടെ ചിത്രം വെച്ച് പൂജ നടത്തിയായിരുന്നു പ്രതിഷേധം. പിന്നാലെ BJP CPI പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.